ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത്. മടിയാണെന്നോ അഹങ്കാരമാണെന്നോ ഒക്കെ പറയാട്ടോ. വീഡിയോയ്ക്ക് അത്യാവശ്യം റീച്ച് കിട്ടുമ്പോൾ എപ്പോഴും ഉള്ളൊരു പ്രതിഭാസമാണ് ഈ പറയുന്ന പോലെ അഹങ്കാരം കയറുക, മടി കയറുക എന്നുള്ളത്. അപ്പം തോന്നും ഇത് പോരാ, അത് പോരാ, അങ്ങനെ പോരാ, ഇങ്ങനെ പോരാ എന്നൊക്കെ. എന്നാലോ അത്യാവശ്യം ഒരടി തിരിച്ചു കിട്ടുമ്പോഴത്തേക്കും തീരെ നിസ്സാരം എല്ലാം ശരിയാവും. അങ്ങനെ അടി കിട്ടിയോണ്ടൊന്നുമല്ല, അടി കിട്ടാതിരിക്കാനുള്ള ഒരു പ്രയത്നം എന്നുള്ള രീതിയിലാണ് ഇന്നിപ്പോൾ ലോങ് വീഡിയോ എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ ബാക്ക് ടു ദ പോയിന്റ്, വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സ് തന്നെയാണ് കേട്ടോ. മുൻപ് പറഞ്ഞ ലിയോയ്ക്ക് പേരുണ്ടെങ്കിലും ഇവർക്കൊന്നും പേരിടാറില്ല. എനിക്കൊട്ട് അറിയേയില്ല കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ഇവരൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിഥികളാണ് കേട്ടോ. കുറച്ച് കൂടുതൽ പൈസയൊക്കെ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അമ്മ ഇതിനെയൊക്കെ മറച്ചു വെക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പേര് ടോമനിച്ച് വിളിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളില്ല. ഒരു മോർണിംഗ് പേഴ്സൺ അല്ലാത്തതിൽ ഒരുപാട് വിഷമിക്കുന്ന ഒരാളാണ് ഞാൻ. മാറ്റാമായിരുന്നിട്ടും മാറ്റാൻ പറ്റാത്ത ഒരേ ഒരു ശീലം അതാണ് കേട്ടോ. ട്രൈ ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരുപാട് തവണ ട്രൈ ചെയ്ത കാര്യമാണ് കേട്ടോ ഈ രാവിലെ എണീക്കുക എന്നുള്ളത്. എത്ര നോക്കിയിട്ടും രാവിലെ എണീറ്റ് കഴിയുമ്പോൾ ആ ക്ഷീണം അങ്ങ് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേറൊന്നുമല്ല, കുഞ്ഞു കുട്ടികളുള്ളവർക്ക് പറയാതെ തന്നെ മനസ്സിലാവും. രാത്രിയിലെ ഉറക്കം ഡിസ്റ്റർബ് ആകുന്നതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ ഒരുപാട് നേരത്തെ എണീക്കുക എന്ന് പറയുന്നത് മൈൻഡും ബോഡിയും ഒക്കെ തളർത്തുന്ന ഒരു കാര്യമാണ്. എന്നാലും ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. രാവിലെ എണീറ്റ് എല്ലാ കാര്യങ്ങളും തീർത്തു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലേറ്റായി എണീറ്റാലും ഈ പറയുന്ന പോലെ നമുക്ക് ഒരുപാട് റെസ്റ്റ് ചെയ്യാനൊന്നും സമയം കിട്ടില്ല. അപ്പോൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ചായക്കല്ലാട്ടോ. നമുക്കിന്ന് നൂൽപുട്ടുണ്ടാക്കണേ. നൂൽപുട്ട്, നൂലപ്പം, ഇടിയപ്പം ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? അപ്പോൾ ഇത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും അല്ല ഉണ്ടാക്കുന്നത്. മോൾക്ക് ചെറിയൊരു പലഹാര പരിപാടിയുണ്ട് സ്കൂളിൽ. അപ്പോൾ അവൾ ഈ ഇടിയപ്പം ഉണ്ടാക്കി കൊണ്ടുപോകാന്നാട്ടോ പറഞ്ഞത്. ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് 2-3 എണ്ണം മതി. പ്രദർശനത്തിന് ശേഷം അവർക്കത് കഴിക്കാൻ കൊടുക്കുന്നതാണ് കേട്ടോ പറഞ്ഞത്. ഇപ്പം നിങ്ങൾ ഓർക്കും ഈ ഇടിയപ്പവും സാമ്പാറും തമ്മിൽ എന്ത് ബന്ധമെന്ന് അല്ലേ? എന്നാൽ ഞാൻ നിങ്ങളെ പറ്റിച്ചു. ഇടിയപ്പം സ്കൂളിലേക്കാണെങ്കിലും എനിക്കിന്നിവിടെ ഇഡ്ഡലിയാണ് കേട്ടോ. മോർണിംഗ് പേഴ്സൺ അല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാനൊരു ഇഡ്ഡലി പേഴ്സണും അല്ല. സോറി ഇഡ്ഡലി പേഴ്സൺ അല്ല, ഇഡ്ഡലി ലവറും അല്ല. എന്താണെന്നറിയില്ല, ഇഡ്ഡലിയേക്കാളും എനിക്ക് എത്രയോ മടങ്ങ് കൂടുതൽ ഇഷ്ടം ദോശയാണ്. എന്നാലോ എൻ്റെ വീട്ടിലുള്ളവർ നേരെ ഓപ്പോസിറ്റാണ്. ദോശ എന്ന് പറയുന്ന സാധനം അവർക്ക് ആർക്കും ഇഷ്ടമല്ല. ഇനി അതിപ്പോൾ എങ്ങനെ കൊടുത്താലും അവർക്കത് ഇഷ്ടമല്ല. അപ്പം ഞാനൊരാളെ കരുതിയിട്ട് എല്ലാവർക്കും ദോശ കൊടുക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബോറം പരിപാടി ആയതുകൊണ്ടും ദോശ പരത്തി മതിയായതുകൊണ്ടും ഇഡ്ഡലിയാണ് കേട്ടോ എല്ലാവർക്കും കൊടുക്കുക. ബാക്കി വരുന്ന മാവിൽ ഞാൻ ദോശ ഉണ്ടാക്കി കഴിക്കുകയാണ് ചെയ്യുക. അപ്പം നമ്മുടെ മാവ് റെഡിയായത് സേവനാഴിയിലിട്ട് ഇതുപോലെ അങ്ങ് കറക്കിയെടുക്കുകയാണേ. ഈ കറക്കുന്ന കാണുമ്പം പല സിനിമ ഡയലോഗും അതേപോലെ തന്നെ പല സിനിമകളിലെ സീനുകളും ഞാൻ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരാറുണ്ട്. അങ്ങനെ അതെല്ലാം പരത്തിയെടുത്ത് വേവിച്ചെടുത്തപ്പോഴത്തേക്കും മോക്ക് സ്കൂളിലേക്ക് കൊണ്ടാണുള്ളത് റെഡിയായി. ഇനി അതേ ഇലയിൽ തന്നെ അതങ്ങ് മൂടി കെട്ടി കൊടുത്തു വിടുകയാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ പാത്രത്തിലൊക്കെ കൊണ്ടുപോയാൽ അത് കഴുകലും എടുക്കലും ഒക്കെ മോക്കൊരു പണിയല്ലേ. ഇതാവുമ്പോൾ അവർക്കവിടെ ഒരു വേസ്റ്റ് കുഴിയുണ്ട്, അതിൽ കൊണ്ടുപോയി കളഞ്ഞു കഴിഞ്ഞാൽ ആ പരിപാടി അങ്ങ് കഴിഞ്ഞു. അങ്ങനെ അതെല്ലാം കെട്ടിപ്പൊതിഞ്ഞ് റെഡിയാക്കിയപ്പോഴത്തേക്കും ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ റെഡിയായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കഴിക്കേണ്ട താമസമേ ഉള്ളൂ. ഈ പറയുന്ന പോലെ മോളെ സ്കൂളിൽ വിട്ടതിന് ശേഷം മാത്രമേ ഞാൻ കഴിക്കാനിരിക്കാറുള്ളൂ. ഈ കാണുന്നത് മോളുടെ കരവിരുതാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പം മോളതാ എല്ലാം കൊണ്ട് പോവുകയാണ്. ഇനിയിപ്പോൾ വിശപ്പിൻ്റെ വിളി വല്ലാതെ വന്നതുകൊണ്ട് ദോശ ഉണ്ടാക്കാനൊന്നും നിന്നില്ല, പെട്ടെന്ന് ഇഡ്ഡലി തന്നെ എടുത്ത് കഴിക്കാമെന്ന് ഓർത്തു കേട്ടോ. ഇത് കഴിഞ്ഞും ഒരുപാട് ഡ്യൂട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇതിനായിട്ട് മെനക്കെടാൻ സമയമില്ല. അതുകൊണ്ട് ഇഡ്ഡലിയും സാമ്പാറും ഒരു മുട്ടയും ഒക്കെ കൊണ്ട് തിണ്ണേ പോയിരുന്ന് കഴിക്കാൻ പോവുകയാണേ. അപ്പോൾ ഇന്ന് പ്രോട്ടീനും കാർബും ഒക്കെ ആയിട്ട് റിച്ച് ആയിട്ടുള്ളൊരു മീലാണ്. പക്ഷേ ഈ റിച്ച് ആഹാരം കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഉച്ചവെയിലായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം മോർണിംഗ് റൊട്ടീൻ എടുക്കുന്നതിൽ കാര്യമില്ലല്ലോ. വീഡിയോസിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടല്ലേ. വീണ്ടും കാണാം.